9 IMDb റേറ്റിംഗുള്ള ലവ്ലി റണ്ണാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു എക്ലിപ്സ് വരുന്നതാണ്. 64 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു എക്ലിപ്സാണ്. സോ എല്ലാവരും തന്നെ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പെൺകുട്ടി മാത്രം ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നമുക്ക് കാണിക്കുകയാണ്. അതാണ് നമ്മുടെ നായിക. അവൾ ഭയങ്കര വിഷമത്തിലാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ നായകനാണെങ്കിൽ ഒരു K-pop ബാൻഡിലുണ്ട്. ഹീറോൻ്റെ ആണെങ്കിൽ ഒരു ന്യൂ K-pop ബാൻഡാണ്. അവരുടെ ബാൻഡിൻ്റെ പേരും എക്ലിപ്സ് എന്നാണ്. അവരുടെ ന്യൂ സോങ് ആയതുകൊണ്ട് തന്നെ അവർ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവരുടെ ഒരു ന്യൂ സോങ് ഇറങ്ങിയത് ഫസ്റ്റത്തെ ആൽബം സോങ്ങാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് FM-ലോട്ട് പോവുകയാണ്. ഭയങ്കര സന്തോഷത്തോടെ അവിടെ അതിലൊരാളാണെങ്കിൽ ഒരു ആക്ട്രസിനെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഓട്ടോഗ്രാഫൊക്കെ കരഞ്ഞ് കാല് പിടിച്ച് മേടിച്ചിട്ടാണ് പോകുന്നത്. അവരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് FM സ്റ്റേഷനിലോട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ ഹോസ്പിറ്റലിലാണ്. അവളുടെ കാല് ആണെങ്കിൽ തളർന്നിട്ട് കിടക്കുകയാണ്. അവൾക്ക് നടക്കാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര സങ്കടത്തിൽ ഇപ്പോൾ മരിക്കാൻ എന്നുള്ളൊരു ചിന്തയിലാണ് അവൾ നിൽക്കുന്നത്. അവളുടെ അമ്മയാണെങ്കിൽ അവൾ മോട്ടിവേറ്റൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊന്നും അവൾ ഇതാവുന്നില്ല. അവളുടെ അമ്മയാണെങ്കിൽ നഖം മുറിച്ചുന്ന ടൈമിൽ അവളുടെ കാലും അറിയാതെ ഒന്ന് പക്ഷെ അവളതൊന്നും മെയിൻ ചെയ്യുന്നില്ല. കാരണം അവളുടെ കാലാണെങ്കിൽ താഴ്ന്നിരിക്കണം. അവൾക്ക് അതൊന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് അമ്മയാണെങ്കിൽ മരുന്ന് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോവും. അപ്പോഴാണെങ്കിൽ അവിടുന്ന് ഒരു ഗ്ലാസ് വീണിട്ട് പൊട്ടാണ്. അപ്പോൾ അവൾ ആ ഗ്ലാസിൻ്റെ ഒരു പീസ് എടുത്തിട്ട് കയ്യിൽ വെച്ച് അവളെ തന്നെ മുറിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. പിന്നെ നമ്മൾ റേഡിയോ സ്റ്റേഷൻ കാണിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയുടെ ഇൻ്റർവ്യൂവിൽ. അപ്പോൾ അവർ ഓരോരുത്തരെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അവരുടെ ഫസ്റ്റ് സോങ് എങ്ങനെയുണ്ട്, അവരുടെ എക്ലിപ്സ് എങ്ങനെയുണ്ട്, അതൊക്കെ. ഇവരത്ര പോപ്പുലർ അല്ലാത്ത കാരണം തന്നെ വിളിച്ചവരൊന്നും പറയുന്നില്ല ഇവരെ ഗ്രൂപ്പിനെ പറ്റി. പക്ഷേ ഇവർ എന്നാലും എക്സൈറ്റഡ് ആണ്. സോ രണ്ടാമത് കോൾ വരുന്നത് ഈ ഒരു ഹോസ്പിറ്റലിലേക്കാണ്. അത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അവളത് എടുക്കുന്നില്ല, അവൾ മെയിൻ ചെയ്യുന്നില്ല അതിന്. അപ്പോൾ അവിടെ കിടക്കുന്ന ഒരു അമ്മൂമ്മ എടുത്തിട്ട് പറയാണ്, നീ ഇത് എടുക്ക്, ഈ കോൾ എടുക്ക്, വല്ലാത്ത ശല്യമാണെന്നൊക്കെ പറയാണ്. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു കോൾ എടുക്കുകയാണ്. ഹീറോയും ടീമും ആണെങ്കിൽ അവിടെ വിഷമിച്ചിട്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഒരു പുതിയ തുടക്കമായിട്ട് തന്നെ ആരും മെയിൻ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിനെ വിളിച്ച് എടുക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ ഹീറോ നല്ല ഒരു സംസാരത്തിൽ ചോദിക്കുകയാണ്, ഞങ്ങളെ എക്ലിപ്സ് ബാൻഡ് എന്നാണ് വിളിക്കുന്നത്, നിങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് സോങ് കേട്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവന് ചോദിക്കുന്നത്. അപ്പോൾ അവളാണെങ്കിൽ ദേഷ്യത്തിൽ മരിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ ഒരു സോങ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ്, ഞാൻ നിങ്ങളുടെ സോങ് ഒന്നും കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. അവരാണെങ്കിൽ സങ്കടമാവുന്നുണ്ടെങ്കിൽ അവന് നല്ല മയത്തോടു കൂടി ചോദിക്കുകയാണ്, നിങ്ങൾ ഞങ്ങൾ കേൾക്കണോ, നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അവളാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. കാരണം അവൾക്കൊന്നും അവൾക്ക് ആ ഒരു മാനസികാവസ്ഥയിലല്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഒരു ലേഡി അവളോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് ബോണസായി സമ്മാനമൊക്കെ കിട്ടുന്നുണ്ട്, അതായത് ഒരു ഷൂ ആണ് നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനമായിട്ട് തരാമെന്ന് ഇത് നിൽക്കണം. അപ്പോൾ അവളാണെങ്കിൽ പറയാൻ, നിങ്ങൾക്ക് എന്താ തീരെ മനസ്സിലാവില്ലേ, ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷമാണ് ഇത്, പക്ഷേ എനിക്ക് സന്തോഷമൊന്നുമല്ല, എനിക്ക് നിങ്ങൾ ഷൂ തന്നു ഇത് എനിക്ക് നടക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ അവൾ ആകെപ്പാടെ ചോദിക്കുകയാണ്. അവർക്കും വിഷമമുണ്ട്. കാരണം അവൾ ഫസ്റ്റ് ഒരു കോൾ തന്നെ ഇങ്ങനെ ആയി. അപ്പോൾ അവർക്കും തന്നെ മനസ്സിലാവുകയാണ് ഈ കുട്ടിക്ക് എന്തോ ഒരു സങ്കടമുണ്ട്, ഇവരെന്തോ അസ്വസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു സോഫ്റ്റിൽ പറയാനും അവർ ഓൾറെഡി സോഫ്റ്റിലാണ് പറയുന്നത്. സോ അവർ ഒന്നുകൂടി പറഞ്ഞു നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അവൾക്ക് കയറടിച്ചിട്ട് അവിടെ നിൽക്കുന്ന ഫോണൊക്കെ അവളെടുത്ത് വലിച്ചെറിയാണ്. എങ്കിലും ഹീറോ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. അപ്പോൾ ഹീറോ പറയാണ്, അവളെ മോട്ടിവേറ്റ് ചെയ്യാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇങ്ങനെ ബോറടിച്ചിരിക്കുകയല്ല വേണ്ടത്, പകരം ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഇന്ന് നിങ്ങൾ ജീവിക്കുന്നു എന്നതിൽ എനിക്ക് സന്തോഷം എന്നുണ്ട്, ഞാൻ താങ്ക്സ് പറയുന്നുണ്ട് അതിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോയിന് ആകെ സങ്കടമാവുകയാണ്. കാരണം അവൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത്, അവൾ എത്ര ദേഷ്യപ്പെട്ടിട്ട് അവൻ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് അവളെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. കാരണം അവളങ്ങനെ മോട്ടിവേറ്റ് ആയിട്ടുണ്ട്, അവൾക്ക് ഒരു ജീവിക്കാനുള്ളൊരു സംതൃപ്തി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണിക്കുന്നത് 5 വർഷം ശേഷമുള്ള കാര്യമാണ്. അപ്പോൾ അവളുടെ റൂം കാണിക്കുകയാണ്. ഫുൾ ഓഫ് ഹീറോൻ്റെ ബാൻഡായിരിക്കും. അവളുടെ റൂം ഫുൾ എക്ലിപ്സ് ബാൻഡായിരിക്കും. അതായത് ഹീറോ ആയിരിക്കും മെയിൻ. അതിൽ ഹീറോയുടെ ഡൈ ഹാഡ് ഫാൻ്റെ റൂമാണ്. സിയോങ്ജു എന്നായിരിക്കും നമ്മുടെ ഹീറോയുടെ പേര്. അവളാണെങ്കിൽ എണീക്കുകയാണ്. ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, 5 വർഷത്തിന് ശേഷമാണ് അവളൊരു ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുള്ളത്. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അവിടെ
കണ്ടിട്ട് പേടിക്കുകയാണ്. മുത്തശ്ശിക്ക് കുട്ടികളെ പോലെയാണ്. മുത്തശ്ശിക്ക് ചെറുതായിട്ട് മെൻ്റലി പ്രോബ്ലം ഉണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ഒരു വാച്ച് കാണിക്കുകയാണ്. ആ വാച്ചാണെങ്കിൽ അവൾ ഫിയോങ്ജു ഇട്ടതായിരിക്കും, ഹീറോ ഇട്ടതായിരിക്കും. ഹീറോൻ്റെ ഇതിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാകുന്നത് അവൾ കഷ്ടപ്പെട്ട് കുറേ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് മുത്തശ്ശി ഇങ്ങനെ എടുത്ത് കളിക്കുകയാണ്. അപ്പോൾ അവൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ അമ്മ വന്നിട്ട് ചോദിച്ചിട്ട് മെല്ലെ പതിയെ ചോദിച്ചിട്ടാണ് അവൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവൾ പറയുകയാണെങ്കിൽ എനിക്ക് ആശ്വാസമായി, ഞാൻ 30,000 രൂപ കൊടുത്തിട്ട് മേടിച്ചിട്ടുള്ളതാണെന്ന്. അപ്പോൾ അവളുടെ അമ്മ ദേഷ്യത്തോട് നോക്കിയിട്ട് 30,000 അല്ല അമ്മേ 300 എന്നാണ് ഞാൻ പറഞ്ഞത്, അത് തെറ്റിപ്പോയതാണ്, 300 രൂപക്കാണ് മേടിച്ചിട്ടുള്ളതെന്ന് പറയാണ്. അവളിങ്ങനെ അതിന് റിസ്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അവളുടെ അമ്മ ചോദിക്കുകയാണ്, നീ ഇന്ന് കോൺസെപ്റ്റ് ഉണ്ടല്ലോ അത് കാണാൻ പോകുന്നില്ലേ? എന്തായാലും ഞാൻ പോകുന്നുണ്ടെന്ന് പറയാണ് അവൾ. എന്നിട്ട് നമ്മൾ കാണിക്കുന്നത് ഹീറോയുടെ ഗ്രൂപ്പാണ്. അവിടെ കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവുകയാണ്. സോ ഹീറോ ഒക്കെ മേക്കപ്പൊക്കെ ചെയ്ത് റെഡി ആയിരിക്കുകയാണ്. അവനാണെങ്കിൽ എന്തൊക്കെ സത്യത്തിൽ സാഡിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് അവൻ്റെ ഒരു മാനേജർ വന്ന് ചോദിക്കുകയാണ്, നീ എന്താണ് ഇത് ക്വിറ്റ് ചെയ്യാൻ പോകാമെന്ന് കേട്ടല്ലോ എന്ന് പറയാം. അപ്പോൾ അവൻ പറയും, ഞാൻ ഹീറോ ആവാൻ വേണ്ടിയിട്ട്, ആക്ടർ ആവാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറയും. അപ്പോൾ എന്തിനാണ് ഇത് നീ നിർത്തി പോകുന്നത്? ആക്ടർ ആവാൻ ഒന്നും പോകണ്ട, നീ ഇത്ര ഫേമസ് ഒന്നും ആവില്ല, K-pop ആണ് നിനക്ക് നല്ലതെന്ന് പറയാണ്. അപ്പോഴാണെങ്കിൽ അവൻ പറയും, ഇതെൻ്റെ ചോയ്സാണ്, ഞാൻ തീരുമാനിക്കും എന്താവണമെന്ന്, എനിക്കൊരു ആക്ടർ ആവണം, എനിക്കിവിടെ K-pop ഐഡൽ ആവാൻ പറ്റില്ല എന്ന് പറയാണ്. ഈ ഒരു ന്യൂസ്, ഈ ഒരു ഹീറോ ഇതാവാൻ പോകുന്നുള്ള, ആക്ടർ ആവാൻ പോകുന്നുള്ള ന്യൂസ് നമ്മുടെ ഹീറോയിനും കേൾക്കുന്നുണ്ട്. അവളാണെങ്കിൽ സത്യത്തിൽ സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് അവളെ ഫ്രണ്ടിനൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ഫ്രണ്ട് ചോദിക്കും, ഇവനെന്താ K-pop വിടുന്നതെന്ന് ചോദിക്കും. പക്ഷേ ഇവൾ പറയും, ഞാൻ എന്തായാലും അവൻ സപ്പോർട്ട് ചെയ്യും, അവൻ K-pop ആക്ടറും ഐഡലും ആയി കഴിഞ്ഞാലും ഞാൻ അവൻ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയാണ്. എന്നിട്ട് അവൾ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ പോവാണ്. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നു, നിനക്ക് എന്താ അവനെന്തായാലും നിനക്ക് ഭ്രാന്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ എന്നിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതെന്താ നോക്കുമ്പോൾ നമ്മുടെ ഹീറോൻ്റെ ഒരു ഇയർ ബുക്കായിരിക്കും. അപ്പോൾ അവൾ ഭയങ്കര അധികം ഹാപ്പി എക്സൈറ്റഡ് ആവുകയാണ്. സോ ഒരുപാട് താങ്ക്സ് ഒക്കെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എങ്ങനെ നീ അത് ഒപ്പിച്ചെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഹീറോയുടെ ഫ്രണ്ട് പറയും, അവനും നമ്മുടെ അതേ സ്കൂളിലാണ് പഠിച്ചിനെ, സോ ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സ് വഴി ബുദ്ധിമുട്ടിയിട്ടാണ് കണ്ടെത്തിയെന്ന് പറയും. അപ്പോൾ ആ ഒരു ബുക്ക് നോക്കിയിട്ട് അവൾ വളരെയധികം എക്സൈറ്റഡ് ആവുന്നുണ്ട്.